ഗായ്സ് വെൽക്കം ബാക്ക് ടു വ്യൂസ് വിത്ത് ABK. അപ്പം മറ്റൊരു മൂവി സീരീസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, എനിക്കറിയാം. ബിക്കോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ സ്ക്വിഡ് ഗെയിംസ് സീസൺ 3. കുറേ ആളുകൾ, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇതിനോടകം തന്നെ സീരീസ് കണ്ടിട്ടുണ്ടാവും. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ്. ഒരു സീരീസ് എനിക്ക് സെക്കൻഡ് സീസൺ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് അത്ര എന്താണ് ഇവർ പുതിയ കുറച്ച് ഗെയിംസ് ഒക്കെ ഇട്ടിട്ട് ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്യുവാണോ എന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ മൂവിങ് ഫോർവേഡ് സീസൺ 3ലേക്ക് വന്നപ്പം എന്താണ് അവർ ആ സീരീസിൽ ഉദ്ദേശിച്ച പർപ്പസ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു മോട്ടീവ് ഉണ്ടല്ലോ എല്ലാത്തിൻ്റെയും. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ, അത് വളരെ പ്യുവറായിട്ട് അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്നെസ് ഈ ഒരു സീരീസിൻ്റെ. ബിക്കോസ് നമ്മൾ സ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സ് ഗെയിം വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ഈ ക്ലൈമാക്സ് ഗെയിമിന് മുമ്പത്തെ ഒരു നൈറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഹീറോയ്ക്ക് വേണമെങ്കിൽ പല പല ചാൻസസ് എടുക്കാറുണ്ട്. പക്ഷേ ആ ഒരു ഗെയിമിലേക്കും കൂടെ വരാൻ നേരത്ത് ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമാനിറ്റി സ്റ്റിൽ എക്സിസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു പാഠം ഈ ഒരു സീരീസിലൂടെ ഡയറക്ടർ നമുക്ക് തരുന്നുണ്ട്. സോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാനും അത് തന്നെയാണ്. ക്ലൈമാക്സ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ വന്നപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഇത് എൻഡ് ചെയ്യുന്നത് ഒരു അമേരിക്കയിൽ ഇത് നടക്കുന്നതായിട്ടാണ്. ലൈക്ക് അപ്പം ഡേവിഡ് ഫിഞ്ചർ മറ്റോ ആണ് ഇതിൻ്റെ സംവിധായകൻ. അപ്പോൾ ഒരു ഓപ്പൺ എൻഡായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ മേ ബി ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ ഇത് നടക്കാം എന്നുള്ളതിനെ പേടി. അപ്പം നെറ്റ്ഫ്ലിക്സിൽ തന്നെ ചിലപ്പോൾ സ്ക്വിഡ് ഗെയിംസ് മറ്റു പല രാജ്യത്തിൽ നടക്കുന്നതായിട്ട് ഇനി വന്നേക്കാം. കാരണം ഇത് മറ്റു സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ മറ്റൊരു കൾച്ചറിൽ ഇത് കൊണ്ട് ഇങ്ങനൊരു ഗെയിം നടത്തി കഴിഞ്ഞാൽ പീപ്പിൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ അത് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ഒരുപക്ഷെ. അപ്പോൾ അമേരിക്കയിലാണ് നെക്സ്റ്റ് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ സീസൺ കാണാത്തവർ കണ്ടു കഴിഞ്ഞ് എനിക്ക് സീസൺ 2 വന്നപ്പോൾ ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ ആയിരുന്നു. കാരണം സീസൺ 1 അത്ര ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അപ്പോൾ സീസൺ 2 എനിക്കൊരു സ്റ്റേജ് വെച്ച് തോന്നി, ഇത് ചുമ്മാ കുറേ ഗെയിംസ് ഒക്കെ എക്സ്ട്രാ ഇട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണല്ലോ, ഒരു സുഖമില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് സീസൺ 3 വന്നപ്പോൾ ഞാനത് ശരിക്കും തന്നെ അത് കാണാനിടയായത്. പക്ഷേ സീസൺ 3 ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതേ രീതിയിൽ തന്നെ അവർ നല്ല അധികം സ്ട്രെച്ച് ചെയ്യാതെ വേണമെങ്കിൽ കുറച്ച് ഗെയിംസ് ഒക്കെ അവർക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, എത്രത്തോളം വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ആ പരിപാടി ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് മറ്റു എല്ലാ സീരീസിലൊക്കെ നെറ്റ്ഫ്ലിക്സിന് ഇപ്പോൾ മണി ഹേസ്റ്റ് പോലുള്ള അതൊക്കെ അത്യാവശ്യം നല്ലോണം എന്താ പറയുന്നത് കുറച്ച് ലെങ്തി ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ട്രേഞ്ച് തിങ്സ് ഒക്കെ. ഇതൊക്കെ ഒരു ഡാർക്ക് പോലെ ഒരു സോളിഡ് എൻഡായിരുന്നു. അതായത് എന്താണ് അതിൻ്റെ ഒരു മോട്ടീവ്, സ്പെഷ്യലി ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സീനൊക്കെ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സീസണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും. അപ്പം എന്തുകൊണ്ട് നിങ്ങൾ കാണണം എന്നുള്ളതിനൊരു ഉത്തരവാണത്. സോ കാണാത്തൊരു മസ്റ്റായിട്ടും കാണുക. യു വിൽ എൻജോയ് ഇറ്റ് ഫോർ ഷോ. അപ്പം സീസൺ 2 കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ കണക്ട് ചെയ്ത് കാണുക. അത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല, ഓഫ് കോഴ്സ്. സോ കാണാത്തൊരു കാണുക. ഓക്കെ, സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.